the name of the Lord be praised. അനുഗ്രഹീതമായ കർത്തൃദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം I ചെയ്യട്ടെ. praise God for this precious time for us to gather on this Sunday morning. ഈ ആരാധനയുടെ പ്രാരംഭ സമയം മുതൽ ഈ സമയം വരെയും നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. And God has enabled us to, from the beginning till now, to worship Him and be under the cover of His presence. വളരെ പ്രതീക്ഷയോടെ ദൈവദിനത്തിന്റെ മുമ്പിൽ നാം തുടരുമ്പോൾ ഇന്നിന്റെ ചിന്തകൾക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ Let's turn our attention to the book of Genesis, chapter 16, verse 13. ഉൽപ്പത്തി പുസ്തകം 16-ന്റെ 13 എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് തന്നോട് അരുളിച്ചത് യഹോവയ്ക്ക് ദൈവമേ അങ്ങനെ കാണുന്നുവെന്ന് പേർ വിളിച്ചു. അത് നെക്സ്റ്റ് വാക്യം, അടുത്ത വാക്യം, അത് പേരായി അത് കാദേശിനും ബേരിനും മധ്യേ ഇരിക്കും. അതുകൊണ്ട് ആ കിണറിന് ബെർലൈരോഹി എന്ന പേരായി. അത് കാദേശിനും ബേരിനും മധ്യേ ഇരിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ വാക്യങ്ങളിൽ കാണുന്നത്. We see 3 important things in these verses. ഒന്ന്, അവൾ പേർ വിളിച്ചു. First thing is she called the name. 2, അത് പേരായി. 3, ആ പേരിന്നും നിലനിൽക്കുന്നു. And secondly, we see that became a name, and then thirdly, we see that name still to this day is established. പേർ വിളിച്ചു, പേരായി, നിലനിൽക്കുന്നു. We see the name is called, the name became, and the name became established. ദൈവരാജ്യത്തിൽ പേരിടാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നവരാ ഇവിടെയുള്ള സഭ എന്ന് ഞാൻ പറയുമ്പോൾ അതിനോട് ആമേൻ പറഞ്ഞ് പ്രതികരിക്കുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും? How many of you can say amen when I say that here on earth God has appointed the church to name? അടുത്ത ഒരു കാലം വരുന്നുണ്ട്. ആ കാലത്ത് ദൈവം നിങ്ങളെ നിയോഗിക്കാൻ പോവാ ചിലതിന് പേരിടാൻ. In these coming days, God is going to anoint you, ordain you to name things. പേരിടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണോ? Is it a small thing to name something? എല്ലാവർക്കും പേരിടാൻ പറ്റൂ? Can everyone name something? പറ്റുമോ? നമ്മുടെ ലളിതായ ഭാഷ പറഞ്ഞ വഴിയെ കൂടെ പോകുന്നവർക്കെല്ലാം പേരിടാൻ പറ്റുമോ? If I ask you simply, can someone who's simply a passerby name something? എനിക്ക് ഒരു സമയം വരെ ഇഷ്ടമില്ലാത്തൊരു പേരായിരുന്നു എൻ്റെ പേര്. For a point in my life, I didn't actually like my name. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചിട്ടുണ്ട്, വേറെ ഒരു പേരും കിട്ടിയിട്ടില്ലേ? And I asked my parents, did you not get any other name to name me? അപ്പോൾ അവർ പറഞ്ഞത് അതിനെക്കാട്ടി രസകരമായൊരു കാര്യമാണ്. And then so they told me something even more interesting. ഞാൻ ജനിച്ചു വളർന്നത് റാന്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. And I was born and brought up in a place in Kerala called Rani. അവിടെ ഒന്നും പിന്നെയും കുറെ ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് ഞാൻ. And actually it's a little more from there to a more remote area. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റേ ഉള്ളായിരുന്നു. And then there in a supermarket. അത് ഞങ്ങളുടെ കടയായിരുന്നു. And that was our store. എനിക്ക് ഒന്ന് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് ഞങ്ങളുടെ കടയിലാണെന്നൊന്നും എനിക്കൊരു സംശയം. And I'm still wondering if credit card was in our store. ഇത്രയും ചെറിയ കാർഡല്ല, വലിയ ബുക്കാണ്. അതിന്റെ പേര് പറ്റ് ബുക്ക് എന്നാണ്. ഇത്രയും വലിയ ബുക്കല്ല, ഇത്രയും ചെറിയ കാർഡല്ല, ഇച്ചിരി വലിയ ബുക്കാണ്. മാസത്തിൽ ഒന്നാണ് അവര് ഈ പൈസ കൊടുക്കുന്നത്. അതുവരെ ഇവത്തിൽ എഴുതി വെക്കും. And so they would, with the ledger, would give money once a month, and they would write it in the book. അങ്ങനെ ഞങ്ങളുടെ കടയിൽ സ്ഥിര സാധനം മേടിക്കുന്ന ഒരു പുള്ളിക്കാരത്തി. And there's a woman that would come to our shop on a regular. അവരുടെ പേര് സുമതീച്ച എന്നാണ്. അവരറിഞ്ഞ എൻ്റെ അമ്മയ്ക്ക് വിശേഷമുണ്ടെന്ന്. And so she found out my mother was bearing child. അവരൊരു പ്രവാചകയെ പോലെ വന്നേച്ച് പറഞ്ഞു. And as a prophetess she came. ഞാൻ 2 കാര്യം പറയാം. I'm going to tell you 2 things. ഒന്ന്, ഇതൊരു ആൺകൊച്ചായിരിക്കും. And first, this is going to be a male child. 2, ഇത് വെളുത്തതായിരിക്കും. And second, he's going to be very fair. മൂന്നാമത് അവരൊരു കണ്ടീഷൻ പറഞ്ഞു. And the third thing, she gave a condition. ഞാൻ പറയുന്ന പേരെ നിങ്ങളുടെ കൊച്ചിനിടാൻ പറ്റത്തുള്ളൂ. And so the name I give you is the name you're going to name your child. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ കൊച്ചിനെ എങ്ങനെയാ നിങ്ങൾ പറയുന്ന പേര്? And my mother said, how can you name my child? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞ പേര് നിങ്ങളുടെ കൊച്ചിന് ഇട്ടില്ലെങ്കിൽ ഇനി നിങ്ങളുടെ കടയിൽ നിന്ന് ഞങ്ങൾ സാധനം മേടിക്കത്തില്ല. And she said, if you don't name my child the name I give you, your child the name I give you, I won't come to your store anymore. ഒരു കസ്റ്റമറെ നഷ്ടപ്പെടാതിരിക്കാനായിട്ടിട്ട പേരായിരുന്നു. And so to not lose a customer, I got my name. അങ്ങനെ ഒരു പലചരക്ക് കട ബന്ധവേലും ഇല്ലാതെ പേരിടാൻ പറ്റുമോ? And so with no relationship, can someone name someone? ഇവിടെ ഈ സ്ത്രീ പേരിട്ടെന്ന്. And so we read here that this woman named. ഇവൾ ആരാ?
Who is she? ഞാൻ മനസ്സിലാക്കിയത് ഇവള് മിസ്രൈമിൽ നിന്നുള്ളൊരു പെണ്ണടിമയാണ്. And so I understood that she is an Egyptian slave woman. രണ്ട്, അവള് ആത്മീകരുടെ വീട്ടിൽ നിന്ന് വല്ലാതെ മുറിവേറ്റവളാണ്. And so she is coming from a spiritual home very wounded. നമുക്ക് ഈ അബ്രഹാമും സാറയൊക്കെ വലിയ ഭക്തരായിട്ടിരിക്കും. When we look at it, we see that Sarah is the most faithful. അവള് പറയും 1 പറഞ്ഞ 9 പറയുന്ന വല്ലാതെ മുറിവേൽപ്പിക്കുന്നവരാ ആ വീട്. And so she will look at it and see, hey, this is a home that has wounded me. ഒരുപക്ഷെ അവളുടെ അനുവാദമില്ലാതെ എന്തെല്ലാം ദുരുപയോഗങ്ങൾ, ലൈംഗികമായി പോലും ദുരുപയോഗം ചെയ്യപ്പെട്ടവളാണ് അവൾ. And so you can imagine the things that were used against her. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇന്നലെ ആരാണെന്നുള്ളതല്ല, ദൈവം ഇന്ന് നിങ്ങളെ ദൈവരാജ്യത്തിൽ ഉപയോഗിക്കാൻ പോകുന്നു. So the question is not who you were yesterday, but to use you for God's kingdom, who you are today. ഈ നിമിഷം വരെ നിങ്ങൾക്ക് ഒത്തിരി മുറിവുകൾ കാണും. Up till now you may have many wounds. ഈ നിമിഷം വരെ നിങ്ങൾ നോക്കിയാൽ ഇഷ്ടപ്പെടത്തക്കത് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. Maybe now, until now, you don't see anything you like. പക്ഷേ നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. But God is appointed to use you. നിങ്ങളിലൂടെ ചിലത് ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Through you these days God is going to do things. എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of you believe that? ദൈവരാജ്യത്തിന് കനത്ത സംഭാവനകൾ നൽകാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ നിങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ അതിനെ ആമേൻ പറഞ്ഞു സ്വീകരിക്കുന്ന. How many of you can say amen that you are people that are going to build up God's kingdom? ഇവള് നിൽക്കുന്നത് എവിടാ? And where is she standing? അവള് നിൽക്കുന്നത് ഒരു മരുഭൂമിയിലാണ്. She is standing in the wilderness. ബൈബിളിൽ ഒരു 300-ലധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന പദമാണ് മരുഭൂമി. And this wilderness concept is mentioned so many times in the Bible. മരുഭൂമിയെ സൂചിപ്പിക്കുന്ന 4 പദങ്ങൾ ബൈബിളിൽ കാണുക. There are 4 phrases that illustrate the desert or the wilderness. ഒന്നാമത് മിഡ്ബാർ എന്നാണ് പറയുന്നത്. And it's called the midbar. അത് വിജനമായി കിടക്കുന്ന MIDBAR മിഡ്ബാർ, വിജനമായി കിടക്കുന്ന എല്ലാ ഭൂപ്രദേശത്തിനും മരുഭൂമി എന്നാണ് അവർ പറയുന്നത്. And so they use that word midbar for just a desolate place. രണ്ടാമത് അരാബ എന്ന് പറയും. ചാവുകടലിന് തെക്കുള്ള സമതല പ്രദേശത്തിനാണ് അരാബ എന്ന് പറയുന്നത്. And so then the second phrase is Araba, which refers to the Dead Sea area. മൂന്നാമത്തേത് താബഹാണ്. ഉണങ്ങിയ മലമ്പ്രദേശത്തിനാണ് അവർ താബഹ് എന്ന് പറയുന്നത്. And so Tabag, they say it's the dried area. നാലാമത്തേത് എക്ഷിമോനാണ്. എക്ഷിമോൻ എന്ന് പറഞ്ഞാൽ ഊഷര ഭൂമി, ഒന്നും ജനിക്കാത്തതിനാണ് അവർ മരുഭൂമി എന്ന് പറയുന്നത്. And so the fourth term is referred to a barren land where there's no growth or vegetation. ഈ നാലാമത്തെ ഭൂമാണ് മരുഭൂമിയുടെ ഏറ്റവും രൂക്ഷമായ അനുഭവം. And so this fourth phrase is the worst part of the wilderness. ഇവിടെ നിന്നാണ് എപ്പോഴും ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്തോത്രം. 40 വർഷത്തെ മിനിസ്ട്രിക്ക് വേണ്ടി ഒരു മനുഷ്യനെ ദൈവം നിയോഗിച്ചത് മരുഭൂമിയുടെ ഏറ്റവും തീവ്രമായ അനുഭവം. We see that God appointed and ordained a man for 40 years for the wilderness ministry. 40 ദിവസം മരുഭൂമിയിൽ നിന്ന് കാട്ടുമൃഗങ്ങളുടെ ഭീഷണികൾ അതിജീവിച്ചാണ് എൻ്റെ യേശു 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തനായത്. We see that Jesus prepared for his ministry after being in the wilderness among wild animals for 40 days. ഇന്ന് നിങ്ങളെയും ദൈവം ചില മരുഭൂമികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അസാധാരണമായ ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. And so these days God is strengthening you through the wilderness experience. മരുഭൂമിക്ക് 4 പ്രത്യേകതയാണ്. And there are 4 characteristics of the wilderness. 4 പ്രത്യേകത പറയുമ്പോൾ എൻ്റെ പ്രസംഗം തീരും. And by the time I finish these 4, my message will be done. നിങ്ങൾ പ്രാർത്ഥിച്ച് 4 മിനിറ്റ് കൊണ്ട് തീർക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച്. And so you need to pray if I need to finish sooner. 4 എണ്ണം പറഞ്ഞാലേ ഞാൻ നിർത്തത്തുള്ളൂ. അത് I will only finish after saying all 4. അത് 4 മിനിറ്റ് കൊണ്ടും തീരും, ചിലപ്പോൾ 4 മണിക്കൂറായെന്നും വരും. Sometimes it'll be 4 minutes or 4 hours. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4ാമത്തെ ടൈമിങ്ങില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രിയിലൊന്നും ഒരു ശകലം പോലും ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഒരു മൂഡ് നിൽക്കുന്നത് ഇന്ത്യയിലെ ഒരു ടൈമിങ്ങില്ല. അതുകൊണ്ട് എപ്പോഴാണ് ഇത് തീരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. I am still on Indian Standard Time, so I don't know when this is going to end. എന്താണെങ്കിലും 4 കാര്യം പറയും. But let me tell you 4 things. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. So listen carefully. മരുഭൂമിയെ സൂചിപ്പിക്കുന്ന 4 കാര്യം. 4ാമത്തേത് ചർച്ചനുള്ള ദൈവത്തിന്റെ ദൂതുമാണ്. And so I'm going to tell you 4 things about the wilderness, and the 4th is a message for this church. ഒന്നാമത്തേത് ഇരെമ്യാവിന്റെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമാണ്. And so we read the first thing in Jeremiah chapter 4 verse 26. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെ യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞുപോയി. And I beheld, and indeed the fruitful land was a wilderness, and all its cities were broken down
by his fierce anger. അപ്പോൾ മരുഭൂമിയുടെ ഒന്നാമത്തെ പ്രത്യേകത അവിടെ പട്ടണങ്ങൾ ഇടിഞ്ഞു പോകും. And so the first characteristic of the wilderness is that the cities there are broken. അമേരിക്കയിൽ മരുഭൂമി പോലൊരു സ്ഥലമാണല്ലോ ഇത്. You know that Arizona is like a wilderness. പക്ഷെ മരുഭൂമി യഥാർത്ഥത്തിൽ ഇതുപോലൊന്നും അല്ല. But the true wilderness is not anything like this. ഞാൻ ഇങ്ങനെ ഈ മിഡിൽ ഈസ്റ്റിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് മരുഭൂമിക്ക് ഞാൻ അടയാളം വെക്കാറുണ്ട്. And so as I'm traveling through the Middle East, I put a marker there on the desert, on the wilderness. ഇന്ത്യൻ മഹാസമുദ്രം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒത്തിരി മലകൾ കാണാം. As you pass over the Indian Ocean and come into the Middle East, you see a lot of mountains. എപ്പോൾ അടയാളം വെച്ചാൽ ഈ പ്രാവശ്യം പോകുന്നത് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ കാണത്തില്ല. And so no matter what marker I put, when I go the next time, I don't see it. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അതിന് പകരം വേറെണ്ണോ ആയിരിക്കും അവിടെ ഉണ്ടാവും. And next time I see something else. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മലയുടെ കാലപരിധി എന്ന് പറയുന്നത് ഒരു കാറ്റിന്റെ കാലപരിധി. And so we see the lifespan of a mountain sometimes, or a hill is the lifespan of the wind. ഇതാണ് മരുഭൂമി. This is the wilderness. എല്ലാ പ്രതീക്ഷകളും ഇടിഞ്ഞു പോകുന്ന സ്ഥലം. A place where all your anticipation and hopes are broken down. സ്വപ്നങ്ങൾ തകരുന്ന സ്ഥലമാണ്. Where dreams are broken. പട്ടണം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. And so this city is a dream. ജീവിതത്തിൽ സ്വപ്നങ്ങൾ തകരാം. And so our dreams can be broken. ചില വേർപാടുകൾ സ്വപ്നങ്ങളെ തകർക്കും. Some separations can break our dreams. ചിലർ നമ്മളെ ഒതുക്കി തള്ളി പുറത്താക്കുന്നത് സ്വപ്നങ്ങളെ തകർക്കും. And some people push us out to destroy our dreams. കൂടെ നിൽക്കുമെന്ന് കരുതുന്നവർ, ചേർത്ത് പിടിക്കുമെന്ന് കരുതുന്നവർ ഒറ്റപ്പെടുത്തുമ്പോൾ സ്വപ്നങ്ങൾ തകരും. Many times they push us away, they isolate us to break our dreams. ഇവിടെ സ്വപ്നം തകർന്നു നിൽക്കുന്ന മരുഭൂമിയിലാണ് ആഗാർ ആയിരിക്കുന്നത്. We see this Hagar in this wilderness broken with a dream. പക്ഷേ എൻ്റെ സ്വപ്നം തകരുന്നിടത്ത് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതാണ്. But where my dream is broken, there is a God that sees me. ശബാര മനസ്സിലാകുന്ന എത്ര പേര് ഇതിനെ How many of you understand? ആര് നിങ്ങളെ റിജക്റ്റ് ചെയ്താലും, Whoever rejects you, ആര് നിങ്ങളെ തള്ളിവിട്ടാലും, whoever pushes you away, ഇന്ന് പകൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണ്, whatever situation you're in, നിങ്ങളുടെ സ്വപ്നം തകരുന്നിടത്ത് നിങ്ങളെ കാണുന്ന ഒരു where ദൈവം. your dream is broken, there's a God that sees you. എനിക്കറിയാം ഇന്ന് ഭയങ്കരമായിട്ട് ദൂത് കയറി ചലിക്കും. And I know this message will come deeply. വളരെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ Please sit with eagerness. സ്വപ്നം തകരുന്ന സ്ഥലം, The place where dreams are broken. അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുന്നത്. That's where God's work is. ഹാഗാർ തിരിച്ചു വന്നു. And Hagar comes back. സാറയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. And Sarah had no change. സാറ പറഞ്ഞു ഒത്തിരി അപമാനിച്ചു, And so Sarah mocked her ഒത്തിരി നിന്ദിച്ചു. and ridiculed her. പക്ഷേ ഹാഗാർ പറഞ്ഞു ഒരു കാര്യമുണ്ട്. But Hagar said one thing. എൻ്റെ അമ്മാമേ, നിങ്ങളുടെ സ്വഭാവത്തിന് റോഡിൽ കൂടെ പോകുന്ന സാധനം പോലും തിരിച്ചു വരത്തില്ല. And so my son won't even come back. ഞാൻ പിന്നെ തിരിച്ചു വന്നതിനൊരു കാരണമുണ്ട്. But there is one thing I came back for. എൻ്റെ സ്വപ്നം തകർന്നിടത്ത് എന്നോട് ഇടപെട്ട ഒരു ദൈവം. But there is a God that dealt with me in my ആ brokenness. ദൈവം എന്നെ കൊണ്ടൊരു പേര് അവിടെ ഇടിപ്പിച്ചു. And he gave me a name. ഞാനിപ്പോ ചുമ്മാതല്ല വരുന്നത്, ഒരു സ്ഥലത്തിന് പേരിട്ടേച്ചാ വരുന്നത്. So I'm coming now naming something. കാലം കുറെ അങ്ങോട്ട് മുന്നോട്ട് പോയി. And some time went forward. സാറാ മരിച്ചു. And then Sarah died. സാറാ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അബ്രഹാമിന് വലിയ ഡിപ്രഷൻ കയറി. And then after Sarah died, Abraham became very depressed. അല്ലെങ്കിൽ ഈ ഭാര്യമാരുള്ളപ്പോഴാ ഭർത്താക്കന്മാർ മിടുക്കന്മാരായിട്ടിരിക്കുന്നത്. And it's only when the wives are alive that the husbands are sitting smartly. ഏറ്റവും ഡിപ്രഷൻ കയറിയ ഒരു മനുഷ്യനാണ് അബ്രഹാം. ഉൽപ്പത്തി 24 ഭാവിയെ കുറിച്ചൊക്കെ മോന്റെ ഉൽപ്പത്തി 23 സാറാ മരിക്കുന്നു, 24 അബ്രഹാമിന് വല്ലാത്ത ഡിപ്രഷൻ കയറി. We see in Genesis 24 that Sarah dies, and in 25 Abraham's behavior has changed. പക്ഷേ 24 വീടിന്റെ അറ്റ്മോസ്ഫിയർ വല്ലാതെ മാറി. And we see the atmosphere in the house change in chapter 24. പക്ഷേ 24:62 In verse 62, ഇസ്ഹാക്ക് ഒരു കാര്യം ചെയ്തു. Isaac is doing something. എവിടെ പോയി പാർത്തു? Where did he live? ബെർലയിലോഹി പോയി പാർത്തു. He went to this Beer Lahoi. ഞാൻ ചോദിച്ചു, എന്തിനാ ഇസ്ഹാക്ക് നീ എവിടെ പോയത്? And I asked Isaac, why did you go there? അപ്പോൾ ഇസ്ഹാക്ക് എന്നോട് പറഞ്ഞു, What did Isaac say? ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഇടപെടൽ നടക്കുന്ന ഒരേ ഒരു സ്ഥലമേ എനിക്കറിയാൻ പറ്റിയിട്ടുള്ളൂ, അത് എൻ്റെ കൊച്ചമ്മ പറഞ്ഞു തന്ന സ്ഥലമാ, അതിൻ്റെ പേരാ ബെർലയിലോഹി. അവിടെ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടും. And so in this situation, in this climate in my life, I only know one place that I've heard of where God's presence dwells, where he will deal with me. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തകരുന്നിടത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്ന ഒരു ബെർലയിലോഹി ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അതിനെ വിശ്വസിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക്? How many of you can believe there is a place when your dreams are broken that God's presence will come down? Yes. ഇച്ചിരൂടെ മുന്നോട്ട് പോകും. Let's go forward a little bit. ഉൽപ്പത്തി 25:11. Now let's go to 25 25:11. and verse 11.
ഈ മാതാപിതാക്കളല്ലേ ഈ വാക്യം അണ്ടർലൈൻ ചെയ്തേക്കണം. Dear parents, please underline this verse. നിങ്ങൾ ആ വാക്യം വായിക്കുക മാത്രമല്ല, നിങ്ങൾ അത് ഹാർട്ടിൽ അങ്ങ് എഴുതിയിട്ടേക്കണം. And just write it in your heart. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? What is written there? അബ്രഹാം മരിച്ച ശേഷം After the death of Abraham, ദൈവം അവന്റെ മകനായ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. that God blessed his son Isaac. ഇസ്ഹാക്ക് ബെർലയിൽ പാർത്തു. And then Isaac dwelt in Beer-lahai-roi. നമ്മൾ ഇല്ലാതായ പിന്നെ പ്രളയമാണെന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ ഉള്ളതിനേക്കാൾ നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Don't think that when you're gone, everything is ending, but there's a God that watches you, your generation, even more than you. എത്ര പേർക്ക് മനസ്സിലാകുന്നു? How many of you understand that? നമ്മൾ ഉള്ള കാലത്തേക്കാൾ നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കാൻ അവർക്ക് ബെർലയിൽ ഒരുക്കി കൊടുക്കാൻ മതി. യെസ്, ഹല്ലേലൂയ, ജീസസ്. ഞാൻ മുന്നോട്ട് പോവാ. Let me go forward more. സ്വപ്നം തകരുന്ന സ്ഥലമാണ് മരുഭൂമി. The wilderness is the place where the dreams are destroyed. ഇനി മരുഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത, The second characteristic of the desert, ഈ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. Hosea chapter 2 verse 3. ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലമാണ് മരുഭൂമി. It's a place where you're dying of thirst. ദാഹം കൊണ്ട് മരിക്കും. Dying of thirst. പക്ഷേ നീ മരിക്കത്തില്ല. But you do not die. എലിയ വിചാരിച്ചു മരിക്കുമെന്ന്. Elijah thought he would die. ആദ്യം മരിക്കുമെന്ന് വിചാരിച്ച സ്ഥലം കെരീത. And so the first place he thought he would die was Kerith. അവിടെ ആര് വന്നച്ചാ? Then who came there? അവിടെ ഒരു കാക്ക വന്നു. Some crow came. പിന്നെ മരിക്കുമെന്ന് വിചാരിച്ചത് സാരഫത്ത. And then he thought he would die at Zarephath. അവിടെ ആരെ ഒരുക്കി? And who did he prepare? അവിടെ ഒരു മനുഷ്യനെ ഒരുക്കി. And he prepared a person there. ഞാൻ പിന്നെ ഒരു ദൂത് പറയട്ടെ. Let me tell you another message. കാക്കയുടെ മനുഷ്യന്റെ ഒക്കെ കാലം കഴിയാൻ പോവാ. And the time of the crow and the person is going to end. നിന്നെ ദൈവം ഷിഫ്റ്റ് ചെയ്യുന്ന വേറൊരു സ്ഥലമുണ്ട്. He's going to shift you somewhere else. അതിന്റെ പേര് കർമ്മേൽ എന്നാ. And that place is Carmel. അവിടെ കാക്കയും വരത്തില്ല, അവിടെ And there's no man or crow there. അവിടെ ഇത് ഫയർ ഫ്രം ഹെവൻ, ഇത് റിപ്ലൈ ഫ്രം ഹെവൻ. ഉയരത്തിൽ നിന്ന് ഒരു തീ നിനക്ക് വേണ്ടി കത്തുവെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരെന്ന് പകൽ എന്നെ ശ്രദ്ധിക്കും. He is preparing a fire from you. Yes. എനിക്ക് ഭയങ്കര ആത്മനിയോഗം ഉണ്ട് ഇപ്പോ. And I am being led by the unction of the Spirit. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ വെളിപ്പെടാത്ത ഒരു കർമ്മേലിലേക്ക് സ്വർഗ്ഗം നിങ്ങളെ കൊണ്ടുപോകാൻ പോവാ. ഇവിടെ നിങ്ങൾ മരിക്കത്തില്ല. ഇവിടെ ദൈവത്തിന്റെ മറുപടി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാ. God is going to lead you to a Mount Carmel experience. You will not die, but He will give you an answer. പ്രത്യേകിച്ച് തലമുറയുടെ വിഷയത്തിനകത്ത് തല താഴ്ത്തി ഇരിക്കുന്ന ചില മാതാപിതാക്കളോട് ഞാൻ പറയാം. There are some parents sitting here looking down about their generations. ഉയരത്തിൽ നിന്ന് ഒരു മറുപടി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാ. You're going to get an answer from on high. സ്വർഗ്ഗം ഒരു തീ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവാ. God is going to bring a fire for you. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കുക. If you believe, please clap your hands. ജീസസ്, ജീസസ്, ജീസസ്. സ്വപ്നം തകരുന്ന സ്ഥലമാണ് മരുഭൂമി. And the wilderness is where dreams die. ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലമാണ്. The wilderness is a place where you die of thirst. ഇനി മരുഭൂമിയുടെ മൂന്നാമത്തെ The third characteristic of the desert. യെശയ്യാവ് 23:13. Isaiah chapter 23 verse 13. അശ്ശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചിരിക്കുന്നു. And so we see it is appointed for the wild animals. Appointed for wild animals. അതിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. And that place is given or appointed for wild animals. ജീവിതം മുഴുവൻ അപ്പോയിന്റഡ് ആണ്. Certain things in life are appointed. എന്തിനു വേണ്ടിയാണ്? For what? Wild animals. For wild animals. 9 തരം മരുമൃഗങ്ങളെ ബൈബിളിൽ കാണാൻ പറ്റും. And we see 9 different types of wild animals in the Bible. ഇയ്യോബ് 24:5 ഒരു കാട്ടുകഴുതയെ കാണാം. And so in Job we see a 24:5 ഒരു കാട്ടുകഴുതയെ കാണാൻ പറ്റും. wild donkey. എന്താ ഈ വൈൽഡ് ഡോങ്കിയുടെ പ്രത്യേകത? And what's unique about this wild donkey? ഇവിടുന്ന് അലറിയ 3 കിലോമീറ്റർ അപ്പുറത്ത് അത് ഒച്ച കേൾപ്പിക്കും. And so if it yells here, you can hear it far away. എവിടെ പച്ചപ്പുണ്ടെങ്കിലും അത് മുഴുവൻ തിന്നും. Wherever there's greenery, it will eat it all. എവിടെ വെള്ളമുണ്ടെങ്കിലും അത് മുഴുവൻ കുടിക്കും. Wherever there's water, it'll drink it all. Stubborn nature. It has a very stubborn nature. ഇതിന്റെ കൂടെ നീ ജീവിക്കുന്നെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു നന്മ കിട്ടുമോ? If you live with such an animal, will you get any goodness? ദൈവം അതിനെ നിയമിച്ചിരിക്കുക. അശ്ശൂർ അതിനെ നിയമിച്ചിരിക്കുന്നു. And it says God has appointed it. സോറി ദൈവം അല്ല, അശ്ശൂർ അതിനെ നിയമിച്ചിരിക്കുന്നു. And Ashur has appointed it. നിന്റെ ലൈഫിനെ ചിലർ അപ്പോയിന്റ് ചെയ്തിരിക്കുക. And certain things have been appointed in your life. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അല്ലെങ്കിൽ കർത്താവിലേക്ക് വന്ന നാൾ മുതൽ ഇത്ര വർഷം മുതൽ ഇന്ന ജോലി പ്രവേശിച്ച കാലം മുതൽ പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം,
ചിലതിന് ദൈവ ഷിഫ്റ്റിംഗ് തരാൻ പോവാ. Certain things were appointed in your life from the time you came to know Christ or from the time you started a job, but God is telling you He's going to shift some things. മലാക്കി 1:3 രണ്ടാമത്തെ മരുമൃഗത്തെ കാണാൻ പറ്റും. In Malachi chapter 1, we see another animal. കുറുനരി എന്താ കുറുനരിയുടെ പ്രത്യേകത? വൈൽഡ് ഫോക്സ് അല്ലേ? ദൈവത്തിന് സ്തോത്രം. കുറുനരി എന്താ അതിൻ്റെ പ്രത്യേകത? അത് വേഗത്തിൽ ഓടും, ചാടും, പുറകിൽ കടിച്ചു കീറുന്നത്. And we see this wild fox is one that comes from behind to tear its prey. ഇനി മൂന്നാമത്തേത് 102 സങ്കീർത്തനം 6 വേഴാമ്പല മൂങ്ങ, അതെല്ലാം മരുമൃഗങ്ങളാണ്. And we see another wild animal in the Psalms. വിലാപങ്ങൾ 4:3 ഒട്ടകപ്പക്ഷി, ഓസ്ട്രിച്ച്. ഇയ്യോബ് 39:13 അതിനെക്കുറിച്ച് തന്നെ കാണാൻ പറ്റും. And we see about in Lamentations and Job about the ostrich. എന്താ ഈ ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകത? What is unique about this ostrich? അതിനെക്കുറിച്ച് പറയുന്നതന്നെ ഇങ്ങനെ, കുറുനരികൾ പോലും മുല കാണിച്ച് തന്റെ കുട്ടികളെ കുടിപ്പിക്കുന്നു, എന്റെ ജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷി പോലെ ക്രൂരയായിരിക്കുന്നു. And so the Bible talks about how the children are left in the wilderness like the ostrich leaves its young. എന്താ മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകത? And what's unique about the ostrich in the wilderness? ചിറകും തൂവലും കൊണ്ട് സഹതാപം കാണിക്കുമോ, നിലത്ത് മുട്ടയിട്ടു പോകുന്നു, അതിന്റെ മുട്ട കാട്ടുമൃഗം ചവിട്ടി. ഒരു കരുണയില്ലാത്ത ജീവി ഒട്ടകപ്പക്ഷി. And the ostrich is an animal with no mercy. It leaves its young open in the wilderness. സഭകളിൽ ഒട്ടകപ്പക്ഷിമാരിപ്പോ. And so even the churches are ostriches. വലിയ ചിറകാണ്. Has large wings. പക്ഷി എന്നാ പേര്. പക്ഷിയാ, പറക്കത്തില്ല. It is a bird but it cannot fly. കാര്യം എന്നാ? Why is that? കരുണയില്ലാത്തവർക്ക് കാഹളം തുരിക്കുമ്പോൾ പറക്കാൻ പറ്റത്തില്ല. Because if you don't have mercy, when the trumpet sounds, you won't fly. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് ആരാ? Who flies the highest? കഴുകനാ. It's the eagle. കാരണം എന്നാ? Why is that? ചിലരെ ചിറകെ വഹിക്കുന്നവർക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റും. Because it goes its wings upon the wind and goes higher. ഒരിക്കലും കരുണയില്ലാത്ത ഒരു ക്രിസ്തു ജീവിതം ചെയ്യരുത്. You cannot live a Christian life without mercy. ചിലരെ താങ്ങിക്കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ കാഹളം കേൾക്കുമ്പോൾ ഉയരത്തിൽ പറക്കാൻ പറ്റത്തുള്ളൂ. Only if you are someone who upholds people can you go up when the trumpet sounds. അഗ്നിസർപ്പമുണ്ട്, തേളുണ്ട്, ഇങ്ങനെ 9 തരം മരുമൃഗങ്ങളുടെ കീഴിൽ ഇത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. And so different type of wild animals we can read in the Bible that are appointed for the wilderness. പക്ഷേ നിന്റെ ലൈഫ് ഇന്ന് മാറും. But today your life will change. എന്തുകൊണ്ടാ മാറുന്നതെന്നറിയാമോ? Why does it change? നിന്നെ കാണുന്ന ഒരുത്തൻ ഇന്ന് പകൽ ഈ ആരാധന. Because there is a God that sees you in this worship. Yes. എനിക്കത് വളരെ ശക്തമായ നിയോഗം ദൈവം തരുന്നത് കൊണ്ട് പറയാം. And I'm telling you because the Spirit is leading me this way. കൊല്ലങ്ങൾ കൊണ്ട് സംഭവിക്കാത്ത ഒരു ചേഞ്ച് നിന്റെ ലൈഫിനകത്ത് ദൈവം ഇന്നത്തെ പകൽ തരുമെന്ന് ഇല്ല. നിന്റെ കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകും, നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകും, നിന്റെ ജോലിയിൽ ഒരു സ്വസ്ഥത ഉണ്ടാകും. And for all these years there's been no peace in your life, but He will bring peace to your family, to your job, and to your life. Yes. ഞാൻ മരുഭൂമിയുടെ 3 പ്രത്യേകത ഓർപ്പിച്ചു. I told you the 3 things that are unique to the wilderness. ഒന്ന് സ്വപ്നം തകരുന്ന സ്ഥലം. A place where the dreams are broken. 2 ദാഹം കൊണ്ട് മരിക്കുന്ന സ്ഥലം. A place where you die of thirst. 3 മരുമൃഗങ്ങളുള്ള സ്ഥലം. A place of wild animals. ഇനി മരുഭൂമിയുടെ ഇവിടെയാണ് ഞാൻ ഈ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ. Now the 4th thing I want to tie with the church. മരുഭൂമിയുടെ 4ാമത്തെ പ്രത്യേകത. The 4th characteristic of the wilderness. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നാട്ട്. Let's come to Genesis. 37ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ട്. Chapter 37. 22ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ. Verse 22. 37:22 അവനെ ആ കുഴികളിൽ ഇട്ടുകള, അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അവനെ ആ കുഴികളിൽ ഇട്ടുകളവീൻ എന്ന് പറഞ്ഞു. And so they said, let us cast him into the pit. അപ്പോൾ വാഗ്ദത്തമുള്ളവനെ മണ്ണിട്ട് മൂടുന്ന സ്ഥലമാണ് മരുഭൂമി. And the wilderness is the place where the one of promise is buried. പക്ഷേ നിന്റെ വാഗ്ദത്തങ്ങൾ മണ്ണിട്ട് മൂടാൻ ദൈവം സമ്മതിക്കും. But God will not allow your promise to be buried. ഞാൻ ഈ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവം പറഞ്ഞൊരു വാക്യം 2 കൊരിന്ത്യർ 1:19-20 വാക്യമാണ്. And so when I was praying for this church, I got a verse from 2 Corinthians chapter 1 verse 19. സിൽവാനോസും തീമോത്തിയോസും നിങ്ങളുടെ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഊവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല, അവനിൽ ഊവെന്നത്രയുള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉറക്കെ പറ, അവനിൽ ഊവെന്നത്രേ. Whatever promises are in God, they are truly yes. സാഹചര്യം മാറുന്നതിനനുസരിച്ച് വാക്ക് മാറ്റുന്ന ഒരു ദൈവമല്ല നിന്റെ ദൈവം. Our God is not a God that changes on the situation. ഏത് കുഴിക്കകത്ത് നീ കടന്നാലും, no matter what pit you're in, നിന്നെ കാണുന്ന ഒരുത്തൻ ഇവിടെ വന്നിട്ട്. He is the God that sees you. ഞാൻ ഇന്ന് പകൽ വാഗ്ദത്തമുള്ളവർക്ക് 3-4 പ്രശ്നങ്ങളുണ്ട്.
And there are 3-4 problems with those who have promises. വാഗ്ദത്തമുള്ളവർക്ക് ഒന്ന് കുടുംബക്കാരെതിരാകും. And so if you have a promise, your family will be against you. വാഗ്ദത്തമുള്ളവർ ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്നത് വീടിനകത്തുനിന്നാണ്. And so those who have promises, the biggest problem come from within the household. രണ്ട്, വാഗ്ദത്തമുള്ളവർ അപവാദത്തിന് വിധേയപ്പെടും. And those who have promises will be mocked. മൂന്ന്, വാഗ്ദത്തമുള്ളവർ മനഃപൂർവ്വം മറക്കപ്പെടും. Those who have promises will be intentionally forgotten. ഇന്ന് പകൽ നീ എവിടെ മറക്കപ്പെട്ടാലും നിന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നാ എനിക്ക്. This morning, wherever you are forgotten, there is a God that sees you. ഇതിനകത്ത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ചില ദൈവമക്കൾ ഇരിപ്പുണ്ട്. There are people, men of God and women of God with great potential here. എവിടെയൊക്കെയോ നീ മറക്കപ്പെട്ടിരിക്കുക. Somewhere, some place you've been forgotten. പക്ഷെ നിന്നെ കാണുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. But there is a God that sees you this evening, ഞാൻ this morning. യോസഫിന്റെ കാര്യം പറയാനല്ല ഈ കുഴിയെ കുറിച്ച് വായിച്ചു. I'm not telling you to tell you about Joseph. എനിക്ക് നിന്ന് നിങ്ങളോട് അടുത്ത സമയത്ത് പറയാനുള്ളത് ഒരു വാക്യമുണ്ട്. But there's a verse I want to share with you. സെക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യം. Zechariah chapter 4. 4 verses 9 and 10. സെക്കറിയ 4-ന്റെ സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടു. അവന്റെ കൈ കൊണ്ട് തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചുവെന്ന് നീ അറിയും. അടുത്ത വാക്യം, അല്പകാര്യങ്ങളുടെ ഈ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. കുഴി കിടക്കുന്ന യോസഫിനെ മാത്രമല്ല ദൈവം കാണുന്നത്. God doesn't see just the Joseph that's in the pit. സെരുബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ടയെ ദൈവം കാണുന്നു. But God also sees the plumb line that's in the hand of Zerubbabel. സെരുബാബേലിന്റെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ട്. What's in his hand? പറപ്രിയപ്പെട്ടവരെ, തൂക്കുകട്ട ഇരിപ്പ്. A plumb line. എന്തിനാ തൂക്കുകട്ട? Why do they have that plumb line? എന്തിനാ തൂക്കുകട്ട ഉപയോഗിക്കുന്നത്? Why do they use that? പണിയാനാ ഉപയോഗിക്കുന്നത്. It is to work. സെരുബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് ആര് സന്തോഷിക്കുന്നത്? Who is happy when he sees that plumb line? ദൈവം സന്തോഷിക്കുന്നു. God is happy. എന്തുകൊണ്ടാ സന്തോഷിക്കുന്നത്? Why is he happy? ഈ തൂക്കുകട്ട ഇപ്പോ സെരുബാബേലിന് പോലും സന്തോഷമില്ലാത്ത ഒരു സാധനം. Because it's something even Zerubbabel's not happy about. നിനക്ക് പോലും സന്തോഷമില്ലാത്ത നിന്റെ കയ്യിലിരിക്കുന്ന ചില സർട്ടിഫിക്കറ്റുകളെയും ചില വാഗ്ദത്തങ്ങളെയും കണ്ട് എന്റെ ദൈവം ഇന്ന് പകൽ സന്തോഷിക്കുന്നു. There are things that you are holding that you're not happy about, but God is happy about. സെരുബാബേലിന് ഇതിനകത്ത് ഒരു സന്തോഷമില്ല. And Zerubbabel is not happy at all about it. എന്തുകൊണ്ടാ ഈ തൂക്കുകട്ട കണ്ട് സെരുബാബേൽ സന്തോഷിക്കാത്തത്? Why is he not happy about it? അത് മനസ്സിലാകണമെങ്കിൽ If you need to understand that, വളരെ വളരെ ശാന്തമായിട്ട് എസ്രയുടെ പുസ്തകം പഠിക്കണം. you need to study the book of Ezra. എസ്രയുടെ പുസ്തകം പഠിക്കുമ്പോൾ When you study the book of Ezra, ഞാൻ ഇനിയും വളരെ ലളിതമായിട്ട് ചില കാര്യം പറയും. നിങ്ങൾ അത് എഴുതിയെടുക്കണം. and I'm going to tell you some things very simply now. Please write it down. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. When you read Ezra chapter 1 verses 1 through 4, നെബൂഖദ്നേസർ തകർത്തിട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആലയം. and so we see the temple of God. ആ ആലയത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനം നിവർത്തിയാകേണ്ടതിന്, So the fulfillment of that temple should be fulfilled. ഒരു മനുഷ്യന്റെ മനസ്സിനെ ദൈവം ഉണർത്തുകയാണ്. So now God is awakening the mind of a man. ആ മനുഷ്യന്റെ പേരെന്താണ്? കോരസ് എന്ന് പറയുന്ന ജാതിക രാജാവ്. And it is a Gentile king named Cyrus. അശൂർ രാജാവായിരിക്കുന്ന കോരസ് ഒരു വിളംബരം ചെയ്യുകയാണ്. And so this king Cyrus is making a declaration. ആരെങ്കിലും ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ പോയി യെരൂശലേമിൽ എന്ത് പണിയ്? ആലയം പണി. If there are any children of God, you may go back to Jerusalem and build your temple. അതെന്നാണ് ഈ വിളംബരം ഉണ്ടായത്? And when did this happen? BC 538. BC 538. ഈ വിളംബരം കേട്ടുകൊണ്ട് 2 കൂട്ടര് യെരൂശലേമിലേക്ക് വരികയാണ്. So hearing this declaration, 2 groups have now gone to Jerusalem. അത് എസ്ര 1-ന്റെ 5 മുതലുള്ള വാക്യങ്ങളിലും 2-ന്റെ 1 മുതലുള്ള വാക്യങ്ങളിലും കാണുവാൻ കഴിയും. We see that in Ezra 1:5 and chapter 2 verse 1. 2 ഗ്രൂപ്പാണ് വരുന്നത്. There's 2 groups. ആരൊക്കെയാ അത്? ലീഡേഴ്സ്, ഒന്ന് ശേഷ്ബസർ, മറ്റൊന്ന് സെരുബാബേൽ. One leader Sheshbazzar and the second leader Zerubbabel. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണേ. Please come with me. 538-ൽ കോരശിന്റെ വിളംബരം. And so we see this declaration of Cyrus. 537-ൽ 2 ഗ്രൂപ്പ് യെരൂശലേമിലേക്ക്. And within the next year there are 2 groups going to Jerusalem. ആരുടെയൊക്കെ നേതൃത്വത്തിൽ? ഒന്ന് ശേഷ്ബസറിന്റെ നേതൃത്വത്തിൽ
മറ്റൊന്ന് സെരുബാബേലിന് And two groups, one under the leadership of Sheshbazzar and the second group under the leadership of Zerubbabel. അവര് വന്നിട്ട് എന്ത് ചെയ്തു? And what did they do? 3:1 വായിച്ചേ. Chapter 3 verse 1. 3:1 മുതൽ വായിക്കുമ്പോൾ അവർ വന്നിട്ട് ചെയ്ത കാര്യം 7-ാം മാസത്തിൽ വന്നുകൂടി. നെക്സ്റ്റ് വേർഡ്സ് 1 മുതൽ താഴോട്ട് വായിച്ചു. അവര് ദൈവത്തിന്റെ യാഗമർപ്പിക്കേണ്ടതിന് യാഗപീഠം പണിതു. And so to make an offering to the Lord, we see that this group came and built the altar. എൻ്റെ കൂടെ വരണേ. Please come with me. ഒരു വലിയ ദൂതിലോട്ട് നമ്മൾ പോകും. I'm coming into the message. 538-ൽ ഒരു വിളംബരം. And we see that there's a return. 537-ൽ രണ്ട് ഗ്രൂപ്പ് വരുന്നു. And so within the next year, a return with two groups. 536-ൽ അവർ വന്ന് യാഗപീഠം പണിതു. And within another year, they built the altar. ഇത്രയും കാര്യം വളരെ പെട്ടെന്ന് നടക്കി. All these things are happening very quickly. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തൊക്കെയോ ദൈവം വേഗം എന്ത് ചെയ്യാൻ പോവാണ്, ചെയ്യാൻ പോവാണ്. And so they understood God is doing a quick work here. പക്ഷേ എസ്രാ 4:4-5 24 വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. But listen to Ezra chapter 4 and 5 and verse 24. 4:4-5 24 വാക്യം. അങ്ങനെ യെരൂശലേം ദേവാലയത്തിന്റെ പണി മുടങ്ങി. എന്നാ കാരണം? 4:4-5 വാക്യം. കൈക്കൂലിക്ക് ആളിനെ വശത്താക്കി യെരൂശലേം ദേവാലയത്തിന്റെ പണി മുടങ്ങി. We see that the work of the temple stopped. ഹലോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വലിയ ദൂത് കേട്ട് വന്നതാ. I've come hearing a big message. വലിയ സംഭവമൊക്കെ ആദ്യം നടക്കുകയും ചെയ്തു. And big things did happen. ഇപ്പം പക്ഷെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. But there's nothing happening now. പണി മുടങ്ങി. The work is done. എത്ര വർഷം മുടങ്ങി? How many years did it finish? 1-2 വർഷം. Not simply 1 to 2 years, 15 വർഷം മുടങ്ങി. but for 15 years. എല്ലാ ദിവസവും രാവിലെ സെരുബാബേൽ തൂക്കുകെട്ട എടുത്തോണ്ട് ഇങ്ങനെ നടക്കുക. Every day Zerubbabel's walking around with his plumb line. ഈ തൂക്കുകെട്ട ഇപ്പൊ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലായി മാറി. And now this plumb line is a joke in the land. കുറേ സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിലിരിക്കും. You have many certificates in your hand. ഇതും കൊണ്ടൊക്കെ കുറേ നാളായില്ലേ നടക്കാൻ. You've been just walking around with it. പക്ഷേ ഇന്ന് പകൽ സ്വർഗ്ഗത്തിലെ ദൈവം പറയുകയാ, ചലിക്കാത്ത സന്തോഷമില്ലാത്ത നിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകെട്ട കണ്ട് ഒരാള് സന്തോഷിക്കുന്നുണ്ട്. ആരാ സന്തോഷിക്കുന്നത്? ഉറക്കെ പറ. ജീസസ്. ഭയങ്കര ട്രമൻഡസ് ആയ ചില ദൈവപ്രവൃത്തികൾ ഈ ചർച്ചിനകത്ത് ദൈവം ചെയ്യാൻ പോകും. God is going to do a tremendous work in this church. കുറെ നാളായിട്ട് 15 വർഷമൊക്കെ ചലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? Is it a small thing that things are not moving for 15 years? 15 വർഷമായി മുടങ്ങിക്കിടക്കുക. And this work has been stopped for 15 years. പക്ഷേ ഞാനിപ്പോ താമസിക്കുന്നത് 1.5 വർഷം പണി മുടങ്ങി കിടക്കുന്ന ഒരു വീട്ടിലാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. I'm currently living in a home that the work has stopped for about a year and a half. ഒരു വീടിന്റെ ഒക്കെ പണി ഇപ്പൊ 1.5 വർഷമൊക്കെ മുടങ്ങി കിടക്കുമ്പോഴത്തേന് അതിനകത്ത് കാട് മുഴുവൻ കയറി കിടക്കും. You can imagine the condition of a house if its work has stopped on its building for even just a year. വലിയ ലക്ഷ്യത്തോടെ നീ വന്നതാ. And he came with great aspirations. ദൈവ ആലോചന പറഞ്ഞാ നിന്നെ ഇവിടെ കൊണ്ടുവന്നു. God brought you here with his word. പക്ഷേ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ ജീവിതം സ്റ്റക്ക് ആയി കിടക്കുക. But now your life is just stuck. 1-2 വർഷമല്ല, കുറേ വർഷങ്ങൾ. Not just 1 or 2 years, but several years. പക്ഷേ ഹഗ്ഗായിയെ ദൈവം അയക്കുക. But God sends Haggai. സെക്കറിയാവിനെ ദൈവം He അയക്കുക. sends Zechariah. പ്രവാചകന്മാരെ He ദൈവം sends the അയക്കുക. prophets. എന്നെ ദൈവം ഇവിടുന്ന് അയച്ചു. And he sent me here today. എന്തിനാ Why അയച്ചതെന്നറിയാമോ? did he send me? ചലിക്കാതിരിക്കുന്ന ചില തൂക്കുകട്ടകളെ ദൈവം ചലിപ്പിക്കുമെന്ന് പറയാൻ തന്നെയാ ദൈവം എന്നെ ഇവിടെ അയച്ചത്. He sent me here to start working the plumb lines that I've stopped. എത്ര പേര് ദൂതിനെ നിങ്ങളുടേതാക്കി മാറ്റാൻ തയ്യാറാണ്? How can you make this message yours today? എന്റെ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ? How many of you are confident that God will work in my life? എന്റെ തലമുറയുടെ ജീവിതം ചലിക്കുമെന്ന്. ഓ റബ രഗ രഗ. ഇന്ന് പകൽ ശക്തമായി ദൈവാത്മാവനോട് പറയാൻ പറയുന്നു. I'm telling you, how many of you believe God will work in my generation? ഒത്തിരി കാലമായിട്ട് ചലിക്കാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തി ചലിക്കാൻ പോവാ. The situation
situations in your life that have not moved, God is going to do an amazing work. ദൈവത്തിന് അളവുകളുണ്ട് പ്രിയപ്പെട്ടവരെ. Dear children of God, God has measurements. സെഖര്യാ പ്രവചനത്തിൽ 5 അളവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു I have told you about the measurements from Zechariah. ഒന്നാമത്തെ അളവ് നമ്മുടെ മനോഭാവത്തെ ദൈവം അളക്കുന്നത് ഞാൻ പറഞ്ഞു. And I told you the first measurement is the measurement of our mindset. രണ്ടാമത്തെ അളവ് അത് സെഖര്യാ 1:15-16 ഇസ്രായേലിനെ പീഡിപ്പിക്കുന്ന ശത്രുവിന്റെ പ്രവൃത്തിയെ ദൈവം അളക്കുകയാണ്. And we see in Zechariah, we see that God is measuring the work of those who are persecuting Jerusalem. 430 വർഷമായിട്ട് കഷ്ടപ്പെടുത്തുന്ന ശത്രുവിന്റെ പ്രവൃത്തിയെ ദൈവം അളക്കുകയാണ്. And so God is measuring the work of Satan who has been tormenting his people. ഇനി 2:1-2 വാക്യം എടുത്ത് സെഖര്യാ പ്രവചനം. Zechariah chapter 2 verse 1. എന്താ അവിടെ പറയുന്നത്? What does it say there? സെഖര്യാ 2:1-2 വാക്യം. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽ പിടിച്ച് ഒരു പുരുഷൻ നടക്കുന്നത് കണ്ടു. അവനോട് ചോദിച്ചു, നീ എവിടെ പോവാന്ന് ചോദിച്ചപ്പോ അവൻ പറയാ, യെരൂശലേമിനെ അളന്ന് വീതിയും നീളവും തിട്ടപ്പെടുത്താൻ പോവാന്ന് പറയാ. സ്തോത്രം. അപ്പൊ ചോദിക്കുക, എന്തിനാ? ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് മൂന്നാമത്തെ അളവാ. This is the third measurement. ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള അളവ്. It is a measurement for renewal. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് പണിയാൻ നമ്മൾ ആഗ്രഹിച്ച എന്താ ചെയ്യുന്നത്? If we want to build a new building, what do we need to do? ആദ്യം ഒരു എഞ്ചിനീയറെ കൈ കൊടുക്കും. We give it to the plans to an engineer. അയാൾ വന്ന് ആദ്യം സ്ഥലം അളന്ന് നോക്കും. And he'll come first and measure it. അന്നേരം നിങ്ങളോട് പറയും, ഇത്ര സ്ക്വയർ ഫീറ്റിന് ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റും. And he will tell you, within this square feet you can build a building. പറയും, അത്രയും പോരാ, ഇച്ചിരൂടെ വലിപ്പം വേണം. And you will say, I need more space. അയാൾ പറഞ്ഞു, സ്ഥലമില്ല. And he will tell you there's no space. അങ്ങനെ ഒരു ബിൽഡിങ്ങിന് സ്ഥലമില്ല. For your type of building there's no space. ദൈവത്തോടും ചിലര് പറഞ്ഞു, ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന് ഇവിടെ സ്ഥലമില്ല. Some people told God there's no space for a building like this. കാരണം എന്നാന്ന് ചോദിച്ചാല്, Why is that? ഒരു സൈഡ് വലിയ മഹാപർവ്വതം നിൽക്കുക, മറ്റേ സൈഡ് ഭയങ്കര താഴ്വര നിൽക്കുക. And so there's a high place in one side and a low place on the other side. ഇവിടെ നല്ല ഒരു ബിൽഡിംഗ് പണിയാനുള്ള സ്ഥലമില്ല. There's no space for a good building. പക്ഷെ ദൈവം പറയാ, But God says, മാറ്റി പണിയണ്ട, ഇവിടെ തന്നെ പണിതാ you don't മതി. need to move it, you're going to build it right here. അന്നേരം എന്തോ ചെയ്യണം? Then what do we need to do? ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, നീ കൃപ നാർത്തോ. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എന്താ ചെയ്യാൻ പോകുന്നത്? ഈ പർവ്വതത്തിന്റെ അടിവേര് ഞാൻ ഇളക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഈ പർവ്വതത്തെ കൊണ്ട് ഞാൻ താഴ്വരയിലോട്ട് ഇടും. അന്നേരം ഇതെന്തായിട്ട് മാറും? ഉറക്കെ പറ, ഒരു സമഭൂമിയായിട്ട് മാറും. And he said, let me do one thing. I'm going to measure this mountain and put it into this low land, and I'm going to level the land for you. Yes, ഈ പകൽ നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. You just have to do one thing this morning. നീ ഇവിടെ ഇരുന്ന് നിന്നെ തന്നെ മറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. You just have to forget yourself here and praise him. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? How many of you understand? നിന്റെ ജീവിതത്തിൽ ഒരു സ്പേസ് ഇല്ലാത്ത ചില മേഖലകളിൽ There are times there's no space in your life. പകൽ ഒരു അത്ഭുതം നടക്കുന്ന പകലാ പ്രിയപ്പെട്ടവരെ. This morning he's going to bring a big miracle in your life. ഓ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. And it is by my spirit, but not by might or power, that God's work will be done. മുമ്പിൽ ഒരു ചൂട് വെക്കാൻ പോലും ഇടയില്ലാതെ വല്ലാതെ ബൈൻഡായിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് ഉറക്കെ പറയുകയാ, ചിലത് ചലിക്കാൻ പോവാ ഈ പകൽക്കാലം. Some of your families can't take a step forward, but I'm going to tell you something through the Spirit that He's going to bring life. ഞാൻ ഇന്ന് പകൽ ആത്മാവി പറയുന്നു, കർത്താവിന്റെ വരവ് താമസിച്ചു. ഇനി നമ്മൾ തമ്മിൽ കണ്ടാൽ ഈ സഭയുടെ മുഖച്ഛായ ഇതല്ല, കുടുംബങ്ങളുടെ മുഖച്ഛായ ഇതല്ല. ഇതിനെ ദൈവം ഭയങ്കര upside down തിരിക്കാൻ പോകുന്ന ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുകയാ. I'm going to tell you something that if the Lord's coming tarries and I come back to this church, the face of this church is going to change. Yes, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ചില അത്ഭുതങ്ങൾ നടക്കും. Not by might or by power, but by my spirit. But some things will happen. അത് നിന്നിലൂടെയാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. And He's going to do it through you. അതിനുവേണ്ടി ദൈവം എന്തോ എടുക്കാൻ പോവാന്നറിയാവോ? What is God going to do? സെരുബാബേലിനെ ദൈവം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാ. And He's going to do something to Zerubbabel. നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കുന്നതിന് മുമ്പ് നിന്നെ ദൈവം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാ. And so before the miracle happens in your house, He will change you first. സെരുബാബേലിന്റെ കയ്യിലെ തൂക്കുകട്ട ചലിക്കണമെങ്കിൽ ആദ്യം സെരുബാബേലിന് മാറ്റം
മാറ്റം ഉണ്ടാകണം. First, if that plumb line needs to change in his hand, first he has to change. അതിന് ദൈവം എന്തോ ചെയ്തത്? So what did God do? ആ ദൈവം ചെയ്തത് മനസ്സിലാണ്. രണ്ട് വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. If we need to know what God did, let's look at 2 verses. യിരെമ്യാവിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, Let's go to Jeremiah. യിരെമ്യാവിന്റെ പ്രവചനം 22 അധ്യായത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. Chapter 22, God says something. 24 വാക്യം Verse 24. ദൈവം ആണയിട്ട് പറയുകയാണ്. And he's saying with the promise. എന്താ പറയുന്നത്? എന്നാണ് യഹോയാക്കീമിന്റെ മകനായ യെഹൂദാ രാജാവായ കൊനയ്യാവ് എന്റെ കൈക്കൊരു മുദ്രാമോതിരമായിരുന്നാലും ഞാൻ അവനെ ഊരിയെറിഞ്ഞു കളയും. ദൈവം പറയാ, എന്റെ കയ്യിൽ ഇവൻ എന്റെ കയ്യെ മോതിരം കിടന്ന മുദ്രാമോതിരമല്ല, രാജാവിന്റെ കയ്യെ മോതിരം കിടന്നാൽ അത് മുദ്രാമോതിരം. And if it's in my hand, if there's a ring, it has no authority. But in the king's hand, if there's a ring, it has authority. ദൈവം പറയാ, രാജകീയ അധികാരമുള്ള ചിലരെ ദൈവം ഊരിക്കളയാൻ പോവാ. And so he takes this ring off this king's hand. പക്ഷേ ഹഗ്ഗായി 2:23 വായിച്ചേ. But when we read Haggai chapter 2 verse 23, എന്റെ ദാസനായ ശേത്യലിന്റെ മകനായ സെരുബബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. but he tells Zerubbabel, I am going to put the signet on your hand. ഇന്നലെ വല്യപ്പനെ ഊരിക്കളഞ്ഞ ദൈവം ഇന്ന് കൊച്ചുമോനോട് പറയാം, നിന്നെ ഞാൻ ആരാക്കാൻ പോവാ. Yesterday he took it off the grandfather, and now he's telling the grandson, today who am I going to make you? ചില മിടുക്കന്മാരെയൊക്കെ ദൈവം ഊരിക്കളഞ്ഞു. പക്ഷേ So some wise men, he took it off. ഇതിനകത്തിരിക്കുന്ന ചില പാപങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോവാ. But he's going to use the humble here today. എത്ര പേർക്ക് കാര്യം പിടികിട്ടുന്നു? How many of you understand? നിന്നിലൂടെ ഒരു അത്ഭുതം നടക്കാൻ It is പോവാ. through you that miracle will happen. നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ Through പോവാ. you that work of God will നിന്റെ happen. കുടുംബത്തെ ദൈവം ഉപയോഗിക്കാൻ God's going പോകുന്നു. to use your family. നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കാൻ God's going to പോകുന്നു. use your generation. ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കാൻ God is പോകുന്നു. going to use you powerfully. Hallelujah. Jesus. Hallelujah. Hallelujah. 15 വർഷമായിട്ട് പണി മുടങ്ങി കിടക്കും. Even after 15 years of no work, ദൈവം പറയുക, നിന്നെ ഞാൻ മാറ്റും. God is saying, I'm going to change you. നിന്നിലൂടെ ചില അത്ഭുതങ്ങൾ ഞാൻ ചെയ്യും. There's through you I will make miracles. അങ്ങനെ ദൈവപ്രവൃത്തി ആരംഭിച്ചു. And so the work began. BC 520 അത് ആരംഭിച്ചത്. And it began shortly after. 15 വർഷത്തിന് ശേഷം അത് ആരംഭിക്കും. After 15 years it started. 5:1 മുതലുള്ള വാക്യം വായിച്ച എസ്രയുടെ പുസ്തകം. Ezra chapter 5 verse 1. എന്താ വായിച്ചത്? What did we read? 5:1. എസ്ര 5:1. യെസ്, ദൈവവാലോചന പറഞ്ഞതുപോലെ സംഭവിക്കുക. എന്താ സംഭവിക്കുന്നത്? 5:1 നാമത്തിൽ പ്രവചിച്ചു. 2-ാം വാക്യം 5:2 ഹല്ലേലൂയ. ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യോശുവ എഴുന്നേറ്റ് ദൈവാലയം പണിയാൻ തുടങ്ങി. We see in verse 2, Zerubbabel gets up and begins to build the house of God. ഞാൻ ആദ്യം പറഞ്ഞത് മുടങ്ങിയ കാര്യമാണ്. And the first thing I told you is this, a work that stopped. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത് Now the work I'm telling you, it has begun again. മുടങ്ങിയത് ചിലത് തുടങ്ങും. What has stopped will start. എത്ര പേർക്ക് വിശ്വസിക്കാം? How many of you can believe? മുടങ്ങിയത് ചിലത് നിന്റെ ലൈഫിൽ തുടങ്ങും. Some things that have stopped in your life will start. സിസ്റ്ററിനോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, മുടങ്ങിയത് ചിലത് നിന്റെ ലൈഫിൽ ഇനി തുടങ്ങാൻ പോവാ. ശബാരാധാരാധര. സൈന്യത്താലല്ല, Not by might, ശക്തിയാലല്ല, not by power, ദൈവത്തിന്റെ but by my spirit. എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്? How many of you can say that with confidence? നിങ്ങളുടെ ലൈഫിൽ എന്തിനോട് ചേർത്ത് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലയോ അതിനോടൊന്ന് പൂരിപ്പിച്ച് പറ, മുടങ്ങിയതൊക്കെ തുടങ്ങാൻ പോവാ. Whatever you can compare into your life, add it to your life and say, whatever has stopped will restart. ഞാനൊരു വാക്യം കൂടെ പറഞ്ഞു. Let me tell you one more verse. എസ്ര 6:15. And Ezra chapter 6 verse 15. എന്താ വായിക്കുന്നത്? 6:15. ദാരിവശിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ 3-ാം തീയതി ഈ ആലയം പണിത് തീർന്നു. The temple was finished on the 3rd day of the month. ദൈവം തുടങ്ങിയിട്ടുണ്ടോ? പറ. Whatever God has started, he will finish. യെസ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. The one who has began a good work in you will bring it to completion until the Lord's day. ആരംഭിച്ചവൻ ദൈവമാണെങ്കിൽ,
He is the one that started it. ആരംഭിച്ച ദൈവം പാതി വഴിക്കിട്ടേച്ച് പോകത്തില്ല. He won't leave you in the wayside. ആരംഭിച്ച ദൈവം അത് പൂർത്തീകരിക്കും. The one who started it will finish it. ദമസ്കോസിൽ വെച്ച ദൈവം അവനിൽ പ്രവൃത്തി ആരംഭിച്ചത്. And it was in Damascus that God started a work. പ്രവൃത്തി ആരംഭിച്ചപ്പോൾ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. And when the work started, he fell from his horse. പ്രവൃത്തി ആരംഭിച്ചപ്പോൾ അവന്റെ കണ്ണടഞ്ഞു പോയി. And so when it ended, his eyes closed. എന്നും താഴെ കിടക്കാൻ ദൈവം സമ്മതിച്ചോ? Did he ever leave him? എന്നും കണ്ണടഞ്ഞു കിടക്കാൻ ദൈവം സമ്മതിച്ചോ? Did he ever leave him to have his eyes closed? കണ്ണിന് കാണാത്ത ചില ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി അവന്റെ കണ്ണിനെ ദൈവം തുറന്നു. And so God opened his eyes to see his work. കണ്ണുകളെ അടച്ചു. Let us close our eyes. ബൈബിളുകളെ അടച്ചു. Let's close our Bibles. ഇന്ന് പകൽ ചിലത് ദൈവം ആരംഭിക്കാൻ തുടങ്ങുക. Then this morning God is going to begin some things. ഒരു ഉദ്ധാരണം നടക്കും. ഒരു ഉദ്ധാരണം നടക്കും. ഒരു റിഫർമേഷൻ നടക്കും. ഒരു റിന്യൂവൽ നടക്കും. ഒരു റിവൈവൽ നടക്കും. Hallelujah. സൈന്യത്താലല്ല, Not by might, ശക്തിയാലല്ല, not by power, ദൈവത്തിന്റെ but by my spirit. എത്ര പേർക്ക്